ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വൈപ്പിൻ ഹാർബറാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ കടവന്ത്ര ഇളംകുളത്തൊരു ഹൈജീനിക്കായിട്ട് ഒരു ഫിഷ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് നല്ല ഫ്രഷ് മീൻ എടുക്കാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഒത്ത് നേരെ വൈപ്പിൻ ഹാർബറിലേക്ക് പോവാണ്. വൈപ്പിൻ ഹാർബറിൽ അവിടെ 2 ഹാർബറുണ്ട്. ഒന്ന് രാവിലെ ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹാർബറുണ്ട്. അവിടെ മീൻ ബൾക്കായിട്ട് എടുക്കണം. ഈ കയറ്റുമതി അത്യാവശ്യം മീനുകളൊക്കെ ഇപ്പോൾ ഈ ബാംഗ്ലൂരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടിയിലെത്തി അവിടെ അതാണ് ബിസിനസ് നടക്കുന്നത്. വലിയ ഹാർബറാണ് അത്. റൈറ്റ് സൈഡിൽ തന്നെയാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് വലിയ ഹാർബർ ഉള്ളത്. ചെറിയ ഹാർബറൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈപ്പിൻ പാലം ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മീനിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും മിനി ഹാർബർ, മിനി മാർക്കറ്റ്, മിനി ഹാർബർ. അവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഷോപ്പിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും നമുക്ക് അവിടുന്ന് മീൻ ലേലം വിളിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. കാരണം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇപ്പം ഒരാഴ്ചയുടെ മുകളിലായി എല്ലാ ദിവസവും ഞാൻ ഈ മാർക്കറ്റിലേക്ക് മീനെടുക്കാൻ പോവാറുണ്ട്. ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ഏറ്റവും ഫ്രഷ് മീൻ കിട്ടുന്നത് ചിലപ്പം ഇവിടെ രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മിനി ഹാർബറിൽ ഫൈബറിലാണ് മീൻ വരാറ്. ഫൈബർ ബോട്ടുകാരാണ്. അവർ രാവിലെ ഒരു 3:30 2:30 ബോട്ടും കൊണ്ട് പോയിട്ട് തിരിച്ച് രാവിലെ ഒരു 11 മണി 9 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് അവർ മീനേറ്റ് വരാറ്. ചിലപ്പം മത്തി ഉണ്ടാവും, നല്ല ഫ്രഷ് മത്തി ആയിരിക്കും, ഫ്രഷ് അയില ഉണ്ടാകും, പെടക്കണ അയില ഉണ്ടാകും. ബോട്ടുകാരൻ മീനിൻ്റെ ഒരു പ്രത്യേകത, പഴയതുപോലെ മീനൊന്നും റോഡ് സൈഡിലിട്ട് വിൽക്കാൻ കോർപ്പറേഷൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഷോപ്പ് റെഡിയാക്കി ഇതുപോലെ മീനിൻ്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, എറണാകുളത്തും കൊച്ചിയിലൊക്കെ ആയിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മീൻ എടുക്കേണ്ട, ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾ മീൻ എടുക്കേണ്ട ഒരു സ്ഥലം ഈ കാളമുക്കിൽ, ഈ വൈപ്പിൻ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മാർക്കറ്റ്. അവിടെ പോയി നിങ്ങൾ മീൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാഭം ഉണ്ടാവും. കസ്റ്റമർ നല്ല ഹാപ്പി ആയിരിക്കും നല്ല ഫ്രഷ് മീൻ കിട്ടിയതിൽ. ഞങ്ങൾ ആദ്യം പോയ ഹാർബർ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ കാളമുക്ക് പാലം ഇറങ്ങുമ്പോൾ തന്നെ, വൈപ്പിൻ പാലം ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഉള്ളിലേക്ക് പോകണം. കുറച്ച് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പാലം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് റേറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. അല്ലെങ്കിൽ നമ്മൾ ആ റൗണ്ട് ബോട്ടിൽ പോയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ആ റൈറ്റ് സൈഡ് കയറി അകത്തേക്ക് കയറിയാൽ നമുക്ക് ഈ ഒരു വലിയ ഹാർബർ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് ഇവിടെ രാവിലെ 4 മണി 3:30 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു 9 മണിയാകുമ്പോൾ എല്ലാം അവസാനിക്കും. അപ്പം ഞങ്ങൾ പോയ ടൈം 10 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം അവസാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ലെഫ്റ്റ് സൈഡിലുള്ള ഞാൻ പറഞ്ഞ ആ ഒരു മിനി ഹാർബറിലേക്ക് പോയപ്പോൾ അവിടെ ആക്റ്റീവാണ് എല്ലാവരും. ഫൈബറിൽ മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട്. നമ്മൾ ഈ ഹാർബറും പിന്നെ അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ കാണാൻ പറ്റും ചേച്ചിമാർ മീനേറ്റിരിക്കുന്ന ചേച്ചിമാർ. അങ്ങനത്തെ കുറേ ചേച്ചിമാർ ഈ മിനി ഹാർബറിലുണ്ട്. അവരവിടുന്ന് വരുന്ന ഫ്രഷ് മീൻ എടുക്കും, ലേലം വിളിച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ലേലം വിളിച്ചിട്ട് വീട്ടിൽ കറി വെക്കാനും പൊരിക്കാനും കച്ചവടത്തിനും എല്ലാത്തിനും നമുക്കിവിടെ ഏറ്റവും വില കുറച്ചിട്ട് മീൻ കിട്ടുന്ന എറണാകുളത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വൈപ്പിൻ ഈ മിനി മാർക്കറ്റാണ്. ഇവിടുത്തെ ടൈമിങ് 9 മണി തൊട്ടിട്ട് രാവിലെ 9 മണിക്കാണ് ഫൈബറൊക്കെ വന്ന് തുടങ്ങാറ്. 9 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ആക്റ്റീവ് തന്നെ ആയിരിക്കും. ഇങ്ങനെ മീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വലിയ ബോട്ടിലായിട്ടും ചെറിയ ബോട്ടിലായിട്ടും. ഇവിടെ ഞങ്ങൾ ലേലം വിളി കുറേ നേരം നോക്കി നിന്നു. ഞങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ ലേലം വിളിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം
ഞങ്ങൾക്ക് കുറച്ച് ഒരു 30 കിലോ മത്തി വേണം, ഒരു 10 കിലോ അയില വേണം. വളരെ കുറച്ച് എടുത്തിട്ട് ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ഷോപ്പായതുകൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല മീൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വൈപ്പിൻ മാർക്കറ്റിലേക്ക് വന്നപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതാണ് ഞങ്ങളെ മാർക്കറ്റ് എന്ന്. ഈ കിടക്കുന്ന ചെമ്മീൻ ഏകദേശം ഒരു 4.5 കിലോ 4 കിലോനുണ്ടാകും. നമ്മൾ ലേലം വിളിച്ചെടുക്കുമ്പോൾ അത് 350 രൂപയ്ക്ക് 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മാക്സിമം 600 രൂപയ്ക്ക് കിട്ടും. അപ്പം നമ്മൾ കടയിൽ പോയി ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ 1 കിലോ ചെമ്മീന് ചിലപ്പോൾ 400 രൂപ കൊടുക്കേണ്ടി വരും. ഇത് 4 കിലോ ചെമ്മീൻ നമുക്ക് കിട്ടി വിടുന്നു വൈപ്പ് മാർക്കറ്റിൽ നിന്ന്. മത്തിയാണെങ്കിൽ 1 കിലോ, അതായത് ഒരു ബോക്സിൽ 30 കിലോ ആണ് മത്തി വരുന്നത്. അപ്പോൾ 1 കിലോ നമുക്ക് 40 രൂപ 37 രൂപ 30 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് മത്തി കിട്ടും. അപ്പം വീട്ടിൽ കറി വെക്കാനും ഒക്കെ ആവശ്യമുള്ളവർ, ഞാൻ ഒരുപാട് പേരെ ഇവിടെ വന്നിട്ട് വീട്ടിലെ ആവശ്യത്തിനായിട്ട് കറിക്കായിട്ട് മീൻ ലേലം വിളിച്ച് എടുത്തുകൊണ്ട് പോകുന്ന കുറേ ഫാമിലി ഇവിടെ വരാറുണ്ട്, ഞാൻ കണ്ടു. ഞങ്ങളങ്ങനെ കുറച്ച് മീനെല്ലാം അവിടുന്ന് ലേലം വിളിച്ചെടുത്തു. അവിടെ കുറച്ച് കച്ചവടക്കാർ കുറച്ച് മീനായിട്ടൊക്കെ ഇരിക്കും, അവിടുന്ന് കുറച്ച് മീനെടുത്തു. അങ്ങനെ കുറച്ച് ഐറ്റംസ്, ഞങ്ങൾ പുതിയ ഷോപ്പായതുകൊണ്ട് നമുക്കവിടെ കുറച്ച് ആ തട്ടിൽ കുറച്ച് ഐറ്റംസ് വേണം. അതുകൊണ്ട് ഒരു 10-15 ഐറ്റംസ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ, ഇപ്പോൾ 2 കിലോ 3 കിലോ 4 5 കിലോ മാക്സിമം 10 കിലോൻ്റെ അടുത്തൊക്കെയാണ് ഇവിടെ ലേലം വിളി. കുറച്ച് ചെമ്മീൻ, കുറച്ച് ക്രാബ്, കുറച്ച് കൂന്തൾ, അങ്ങനെയൊക്കെ കുറച്ച് ഇവിടുന്ന് നമുക്ക് എല്ലാ മീനുകളും, നമുക്ക് ഫ്രഷ് മീനുകളും നമുക്ക് ഇവിടെ ഈ വൈപ്പിൻ ഈ മിനി ഹാർബറിൽ നമുക്ക് കിട്ടും. അപ്പം എറണാകുളത്ത് ഇതുപോലെ ഒരു ഷോപ്പ്, മീനിൻ്റെ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വൈപ്പിൻ മാർക്കറ്റിൽ പോയിട്ട് രാവിലെ 9 മണിക്ക് തുടങ്ങും അവിടുത്തെ ലേലം വിളി. അവസാനിക്കുന്നത് 2 മണിക്കാണ് ഉച്ചയ്ക്ക്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ അവിടെ പോയിട്ട് മീൻ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് നല്ല ഫ്രഷ് മീൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കൂ. താങ്ക് യു സോ മച്ച്.